സാനു, നീ പ്രേമിച്ച പെണ്ണിനെ ചോദിക്കാൻ ചെന്ന നിന്റെ ഉമ്മാരെയും ബന്ധുക്കാരെയും പെണ്ണിന്റെ ബാപ്പ ഓടിച്ചിട്ട് തല്ലിന്നൊരു വാർത്ത ഉണ്ടല്ലടാ നാട്ടില്. ഡാ ഒന്നുമില്ലെങ്കിൽ ഈ പ്രേമിച്ച പെണ്ണല്ലടാ. നീ അന്തസ്സുള്ളവനായിരുന്നെങ്കിലേ ആ പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവരണായിരുന്നു. അതെ, എനിക്കിട്ട് അധികം അന്തസ് ഉണ്ടാക്കാൻ നിങ്ങൾ നിക്കണ്ടാട്ടാ. ഞാൻ പ്രേമിച്ച് എല്ലാ പെൺപിള്ളേരെയും വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ നിന്നാലേ ആ കൂട്ടത്തിൽ നിങ്ങൾ 3 പെൺമക്കളും കാണും. പിന്നെ ഞാൻ ശരിക്കൊന്ന് മനസ്സ് വെച്ചാലുണ്ടല്ല, നിന്റെ ഭാര്യ എന്റെ കൂടെ ഇറങ്ങി വരും. കാണടാ എനിക്ക് കാണാ. വേണ്ട, ഇതാ നിന്റെ ജ്യൂസ്, നീ എന്നെ കുടിച്ചോ. എനിക്ക് വേണ്ടോ എന്റെ ആപ്പിള്. നല്ല വേണ്ടോ? നല്ല സാധനമാണേ. വേണ്ടെന്ന് എന്റെ കോപ്പില ആപ്പിള്. പോത്തേതോ മണ്ണകുന്നാച്ച അവന്റെ ഒരു ആപ്പിള് വേണ്ടായിരുന്നു. ഹായ് ഹായ്, നീയോ? എങ്ങോട്ടാ? ഫോട്ടോ വെച്ച് വരെ. രവേട്ട ഓട്ടത്തിലാണോ? ശരി എന്നാ, ശരി എന്നാ, ഓക്കെ ബൈ. ശരി എന്നാ. വലൈക്കും സലാം. മോളെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു. ആടാ പെട്ടെന്നൊരു ടീമായിട്ട് വന്നപ്പോ നമ്മളാണ്ട് ഉറപ്പിച്ചു. ചെക്കനെനിക്ക് അറിയാട്ടാ, മഹാലമ്പാണ്. അത് ഞാൻ അന്വേഷിച്ചിരുന്നടാ. അവരുടെ കുടുംബം വലിയ കുഴപ്പമില്ല, നമ്മുടെ അത്ര സാമ്പത്തികം ഇല്ലാന്നുള്ളൂ, പാവപ്പെട്ടവരാ. ഞാനേ അങ്ങോട്ട് കല്യാണം പറയാൻ വേണ്ടി വരാൻ നിൽക്കായിരുന്നു. എന്തായാലും നോക്കി കണക്ക് ചെയ്, അങ്ങനെ ചെയ്താൽ എനക്കൊള്ള. അത് കുഴപ്പമില്ല, ഞാൻ വരാൻ നിൽക്കായിരുന്നു. എന്തായാലും ഉഷാറാവട്ടെ പരിപാടി. വലൈക്കും സലാം. ഏതവിടെ കൊടുത്താ? ഉറപ്പാണല്ലോ. നാട്ടിലെ കാർന്നോമാരെയും പള്ളിയിലെ മുക്രീനെയും കോമു പോയി കല്യാണം വിളിച്ചാ മതി. പിന്നെ കുടുംബക്കാരെയും അയൽപ്പക്കത്തുള്ള പുന്നാര മക്കളെയും ഞാനും സൂറയും പോയി വിളിച്ചോളാം. പിന്നെ സാനു, പന്തലിന്റെ കാര്യം ഈയും ഇന്റെ ചങ്ങാതിമാര് നോക്കിക്കൊള്ളണം. അല്ല സാനു, അനക്കിപ്പോ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? വല്ല ലേലക്കുറിയോ പൈസ ആയിട്ട് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഉമ്മ ഇപ്പൊ ഓട്ടം കുറച്ച് കുറവാണ്, എന്നാലും എണ്ണിപ്പറിക്ക് ഒരു 10-200 രൂപ എന്തായാലും ഉണ്ടാവും. 200 രൂപയായിട്ട് കല്യാണം കഴിക്കാൻ നടക്കണ വൃത്തിയിട്ടവൻ കുരിപ്പ്. ലൈനടി കല്യാണം ആയതുകൊണ്ട് 10ന്റെ പൈസ കിട്ടുമെന്ന് വിചാരിക്കണ്ടച്ച്. ഓരോ തന്തേര് പെൺകുട്ടികളെ കെട്ടിക്കാൻ പെരയും പറമ്പ് സ്വർണ്ണമായിട്ട് പിറകെ നടക്കാണ്. എന്റെ മോളെ കെട്ടിക്കോ, എന്റെ മോളെ കെട്ടിക്കോ എന്നും പറഞ്ഞു. ഇനി മലന്ന് കിടന്ന് തൊള്ള വറന്ന് മൂത്രയിച്ചാളാ. അല്ല ഉമ്മ, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ ആ പെണ്ണിന്റെ പുറകെ പോയിട്ട് കല്യാണം ആലോചിക്കാൻ അവളെ ഞാൻ നൈസായിട്ട് ഒഴിവാക്കൂലായിരുന്നാ? അയ്യടാ, പോയി കെട്ടി തൂങ്ങി ചാവടാ. ഇനി ഓളെ പേരേന്റെ മുമ്പിൽ പോയി പൊന്നും പണം തരുമോന്ന് ചോദിച്ചു നോക്ക്. അല്ല, എനിക്കൊരു സംശയം, ഈ അറബി ഒന്നും ഇവിടെ കിടക്കും? അറബി ഒന്നും വരാൻ പോണില്ല. അറബിക്കാണെങ്കിൽ ആ നൂർജഹാന്റെ മുംതാസിന്റെ പ്രസവത്തിന്റെ ടെൻഷനില്ല. അപ്പൊ അതിന്റെ താഴെയായിട്ടായിരിക്കല്ലേ നമ്മള് ഷാഹിനെ ഉറപ്പിക്കാൻ നോക്കിയത്. നൂർജഹാനും മുംതാസും അറബിന്റെ കുട്ടികളല്ല, ഒട്ടകങ്ങളാ. ഒട്ടകോ? കോമുക്കാനും കെട്ടിച്ചു. മൂപ്പര് ഇപ്പൊ ആ പ്രസവത്തിന്റെ ടെൻഷനില്ല. ഉമ്മ, നമുക്ക് ആദ്യം ആ വീട്ടിൽ പോയി പറഞ്ഞിട്ടേ പിന്നെ ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് പാടാ അവിടുന്ന്. ഞാനിവിടെ അല്ല അഞ്ചു മോളെ, നീ എന്താ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കണ്? ദേ അറിഞ്ഞില്ലേ, നമ്മുടെ സാനുവിന്റെ കല്യാണം ഉറപ്പിച്ച്. നീ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാ ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. നീ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കോ? എനിക്ക് ഷാനുവിന്റെ സ്ഥാനത്ത് ഒരാളെ പകരം ചിന്തിക്കാനാവില്ല. ഇനി നീ എങ്ങാനും എന്നെ ചതിച്ചാ ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. ഐ ലവ് യു ഷാനു. ഐ ലവ് യു ടു. എന്താ സാനു നീ ആലോചിച്ച് നിക്കണേ? കല്യാണം വിളിക്കടാ. കല്യാണം വിളിക്കാനാന്ന് പറഞ്ഞ എന്റെ മുറ്റത്ത് കാലിയോട്ടിയല്ലേ നിന്റെ കാലിയാൻ വെട്ടിയെടുക്കും. കുടുംബശ്രീയിലെ പതിക്കാൻ തന്ന പൈസ കെട്ടിട്ടല്ലേ നീ ഗൾഫിൽ പോയത്? നിന്റെ ഈ കാണുന്ന തടിയെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇറങ്ങി പോടി പണ്ടാര ജമീലെ. ആരടി നിന്റെ മരമോന്തയും കണ്ട പെരയിലോട്ട് കല്യാണം വിളിക്കാൻ വരേണ്ടത്? ദേ നിന്റെ മോളുടെ മരമോന്തയും കണ്ട് ഇവിടെ നിന്നതാണ്. കല്യാണം വിളിക്കണ ചക്ക അങ്ങോട്ട്. എടി അഞ്ചോ, അടുത്ത മാസം 9-ാം തീയതി കല്യാണം. നീ വന്നം. ദേ കണ്ടുപിടിക്കടി. കല്യാണം വിളിച്ച സന്തോഷത്തിൽ നിന്റെ മോള് കരഞ്ഞോണ്ട് പോയത് കണ്ട. പിന്നെ കല്യാണം വിളിക്കാൻ പറ്റിയ ഒരു സാധനം. ഓടി അവിടുന്ന് അങ്ങോട്ട് നടക്കണ ചക്ക. അവളുടെ ഒരു വെട്ടുകത്തിയായിട്ട് ഒരു ഇറക്കം. നീ എവിടെയായിരുന്നടി ഇത്രയും നേരം? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് ഇപ്പൊ എപ്പോ നോക്കിയാലും സ്പെഷ്യൽ ക്ലാസ്. കേറി പോടി അകത്ത്. ഓരോ സ്പെഷ്യൽ ക്ലാസ്. ഉമ്മ, ഞാൻ മോനെയാണ് കേട്ടോ, കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. ഭക്ഷണം കഴിച്ചാ? കഴിച്ച് രാത്രി തന്നെട്ടാ, നല്ല മട്ടനും ഇതൊക്കെ ഉണ്ട്. കൊമ്മക്കൊക്കെ ഭ്രാന്തായ. സാനുവിന്റെ കല്യാണം വിളിച്ചപ്പോ ഉസ്താദിന് പെരുത്ത് സന്തോഷമായി കാണൂല്ലേ? ഉസ്താദ് നല്ല സന്തോഷം കണ്ട് തുള്ളിച്ചാറിനായിരുന്നു. ഇറങ്ങി അല്ല താൻ തന്നെ പോയി വിളിക്കലാ.
നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പിന്നാലെ മണം പിടിച്ചു കിടക്കുന്ന പൂവങ്കോടെ കല്യാണം ഞാൻ നടത്തി തരണടാ. ഊള് പെണ്ണായിരുന്നു എവിടെ തള്ള പണ്ടാര വളപ്പ് ജമീല ഓളോട് വന്ന് ഇന്നെ കാണാൻ പറ. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം നിനക്കത് വേണോ വേണ്ടേന്ന്. എങ്ങനെയാണെന്ന് വാലേക്കും അസ്സലാം. പോടാ. ഓരോ മരണപ്പണ്ടാരങ്ങൾ കയറി വരുന്നു. പരിപാടി എന്താണ്? എന്താണ് ചേട്ടാ ചേട്ടാ ഇത് ചെയ്യില്ലേ ചേട്ടാ. സാധനം സൂപ്പർ ആയിട്ടുണ്ട്. വെറുതെ നോക്കടാ നോക്ക്. എടാ നിന്റെ മോന്ത കണ്ട എന്ത് ഊള ചിരിയാണ്ടത്. ആണാ അവന്റെ ഒരു പട്ടി ഷോ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഓരോന്ന്. നിന്റെ കല്യാണം മുടകൂടാ. മുടങ്ങിയിട്ടില്ല എങ്കിൽ പട്ടികൾ കിട്ടോടാ. എന്റെ ഈ പേര് മനസ്സിലായടാ. ഹായ് രമ്യ, ഇപ്പൊ വരാവേ. ഇന്ന് വൈകുന്നേരം നേരത്തെ വന്നോട്ടാ. വൈകിയ ഷാനുക്കാക്ക് അമ്മ വഴക്ക് പറയും. എന്നൊക്കെ വീട്ടിൽ പോയിക്കോ, വൈകിട്ട് കാണാം. ശരി എന്നാ. ഹായ്. എന്താടി ഒരു മൂഡ് ഓഫ്? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ പറയടി. നീ വിചാരിക്കുന്ന അത്ര നല്ല ആളൊന്നുമില്ല നിന്റെ രവിയേട്ടൻ.